നമസ്കാരം, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് കമൻറ്റ് സെക്ഷനിൽ ലഭിച്ച ചോദ്യത്തിനൊന്നും എനിക്ക് ഉത്തരം നൽകാനായില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ഒരു ദൂര യാത്രയിലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. പല കാഴ്ചകളും നമ്മൾക്ക് പല അനുഭവങ്ങളാണ് നൽകുന്നത്, അല്ലേ? എന്തായാലും നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് എന്താണ്, ബ്ലൈൻഡ് സ്പോട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്, ഈ ബ്ലൈൻഡ് സ്പോട്ടിനെ നമ്മൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആയാലും അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയാലും ആയാൽ തന്നെയും പലപ്പോഴും നമ്മൾ ടേൺ എടുക്കുമ്പോൾ ആണ് മെയിനായിട്ട് ഈ ബ്ലൈൻഡ് സ്പോട്ട് ക്രിയേറ്റ് ആകുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഒരു ഭാഗം, ആ ഭാഗത്തുള്ള വാഹനം അല്ലെങ്കിൽ പെഡസ്ട്രിയൻ, ഇപ്പം ബൈക്കായാലും അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരാളായാലും നമ്മൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, ഒരു വിസിബിലിറ്റി ഇല്ലാത്ത കാരണം. അങ്ങനത്തെ ഒരു സ്പോട്ട് ക്രിയേറ്റ് ആവുന്നതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മൾക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാം, എന്നിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ തുടരാം. ആദ്യം തന്നെ 3 പില്ലേഴ്സാണ്. ഒന്ന് ഡ്രൈവർ സൈഡ് ഉള്ള പില്ലറിനാണ് എ പില്ലർ എന്ന് പറയുന്നത്. പിന്നെ ഈ നടുക്ക് ഭാഗത്ത് ഈ കാണുന്ന പില്ലറാണ് ബി പില്ലർ. പിന്നെ ഏറ്റവും അവസാനം കാണുന്ന ഈ സൈഡ് ബാക്കിലെ പില്ലറാണ് സി പില്ലർ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ടേൺ എടുക്കുമ്പോൾ ഈ എ പില്ലർ കാരണം, അതായത് ഡ്രൈവർ സൈഡിലെ എ പില്ലർ കാരണമാണ് ടേൺ എടുക്കുമ്പോൾ ഈ ബ്ലൈൻഡ് സ്പോട്ട് ക്രിയേറ്റ് ആകുന്നത്. ഇപ്പോൾ ഞാനൊരു ഡയഗ്രാം വരച്ച് ഒന്ന് പറയാം. ഇതിപ്പോൾ നമ്മളൊരു ടേൺ എടുക്കുവാണ്, ഒരു റോഡിൻ്റെ സ്ട്രക്ചറാണിത്. ഇപ്പോൾ നമ്മൾ ടേൺ എടുക്കുമ്പോൾ ഈ സൈഡിലായിരിക്കും എ പില്ലർ, അതായത് ഡ്രൈവറിൻ്റെ സൈഡിലുള്ള, ഞാൻ മുമ്പേ കാണിച്ച് അതാണ്, ഇവിടെയാണ് എ പില്ലർ. ഇതാണ് ഡ്രൈവറിൻ്റെ സീറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ സ്റ്റിയറിംഗ് പൊസിഷൻ നമ്മൾക്ക് ഇവിടെ നിന്ന് കണക്കാക്കാം. അപ്പോൾ ഇതാണ് സീറ്റ്, ഡ്രൈവറിൻ്റെ സീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സൈഡിലെ എ പില്ലർ കാരണമാണ് ഈ സൈഡിലോട്ടുള്ള വിഷൻ ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കുന്നത്. ഇത് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ചില വാഹനത്തിൽ എ പില്ലർ കുറച്ച് തിക്കായിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഹോണ്ടയുടെ WRV അല്ലെങ്കിൽ ടാറ്റയുടെ നെക്സോൺ ഒക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഈ എ പില്ലർ ശകലം തിക്കായിരിക്കും. അപ്പോൾ എ പില്ലർ എത്ര തിക്കാകുന്നോ അത്രമാത്രം വിസിബിലിറ്റി നമ്മുടെ കുറയും ഇങ്ങനെ ടേൺ എടുക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഈ സൈഡിലേക്ക് അപ്പം നമ്മൾക്ക് നോക്കാൻ ഡ്രൈവറിൻ്റെ വിഷൻ ഏത് ഭാഗത്തോട്ടാണ്. നമ്മൾ ഈ ഡ്രൈവർ പൊസിഷനിൽ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് ഈ പോകുന്ന ഇതാണ് ലൈൻ ഓഫ് സൈറ്റ്. നമ്മൾക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഫുള്ളായിട്ട് കാണാം. ഈ ലൈൻ ഓഫ് സൈറ്റിൻ്റെ രണ്ട് സൈഡിലേക്കും നമ്മൾക്ക് ഫുള്ളായിട്ട് കാണാം. പക്ഷേ ഈ ബ്ലോക്ക്, ഈ എ പില്ലർ കാരണം ഈ സൈഡിൽ എന്തെങ്കിലും പെഡസ്ട്രിയൻസോ അല്ലെങ്കിൽ ചെറിയ ബൈക്കോ സൈക്കിളുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് കാണാൻ പറ്റില്ല ഈ എ പില്ലർ കാരണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉള്ള ആക്സിഡൻസ് നടക്കാൻ ഉള്ള സാധ്യതകൾ. എസ്പെഷ്യലി ഒരു സ്റ്റീപ്പായിട്ടുള്ള ടേൺ ആണെങ്കിൽ പലപ്പോഴും എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട്. പെട്ടെന്ന് വിചാരിക്കും, അയ്യോ ഇത് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ബൈക്ക് ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇത് പെട്ടെന്ന് എങ്ങനെ ഇവിടുന്ന് വന്നെന്ന്. അപ്പോൾ ഈ ബൈക്ക് ഓൾറെഡി അവിടെ ഉണ്ട്, നമ്മുടെ ഈ എ പില്ലർ കാരണമാണ് അവരെ കാണാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ നമ്മൾ മറ്റ് സൈഡിലേക്കുള്ള ടേൺ എടുക്കുവാണെങ്കിൽ എതിർ സൈഡിലായിരിക്കും എ പില്ലർ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും അവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട്, ഈ സൈഡിലുള്ള വാഹനത്തിന്, ചെറിയ വാഹനങ്ങൾ 2 വീലർ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാരെ നമ്മൾക്ക് കാണാൻ പറ്റില്ല. ഈ സൈഡിലുള്ള ഈ ഒരു എ പില്ലർ രണ്ട് സൈഡിലും ഉണ്ട്, ABC പില്ലർ. അപ്പം ലെഫ്റ്റ് എടുക്കുമ്പോൾ എതിർ സൈഡിലുള്ള എ പില്ലർ കാരണം നമ്മൾക്ക് ആ സൈഡിലുള്ള ഇതുപോലെ ഓബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാൻ ഒരു സൊല്യൂഷനേ ഉള്ളൂ. അതായത് നമ്മൾ ഇങ്ങനത്തെ ടേൺ എടുക്കുമ്പോൾ ശകലം ഒന്ന് ബാക്കിലേക്കൊന്ന് പെഡലി നെക്കൊന്ന് ബാക്കിലേക്ക് ചെയ്തിട്ട് ഡ്രൈവർ സൈഡ് വിൻഡോയിൽ കൂടെ ഒന്ന് നോക്കുക ടേൺ എടുക്കുന്നതിന് മുന്നേ. ഞാനപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് വളവുള്ള ഒരു വഴി കൂടെ പോകാം, അവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നിങ്ങൾ കുറച്ച് ഒന്ന് ബാക്കിലേക്കൊന്നായിട്ട് ഡ്രൈവർ സൈഡ് വിൻഡോയിൽ കൂടെ ഒന്ന് നോക്കുക, ടേൺ എടുക്കുമ്പോൾ ആ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇതിപ്പോൾ റൈറ്റ് ടേൺ ആയാലും ലെഫ്റ്റ് ടേൺ ആയാലും. ഇപ്പോൾ ലെഫ്റ്റ് ടേൺ ആണെങ്കിൽ നിങ്ങൾ ശകലം ബാക്കിലേക്കൊന്നായിട്ട് ഒന്ന് നോക്കുക, അവിടെ എന്തെങ്കിലും ഓബ്ജക്റ്റ് ഉണ്ടോ എന്ന്. ഇപ്പോൾ മുമ്പിലോട്ട് പോകുമ്പോൾ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ കുറച്ച് ബാക്കിലോട്ടായിട്ട് ലെഫ്റ്റ് സൈഡിലെ വിൻഡോയിൽ കൂടെ ഒന്ന് നോക്കും, പാസഞ്ചർ സൈഡ് വിൻഡോയിൽ കൂടെ, എന്നിട്ട് ഞാൻ ടേൺ എടുക്കും. ഇനി വീണ്ടും റൈറ്റ് ടേൺ ആണ്, അപ്പോൾ വീണ്ടും ഞാനൊന്ന് ബാക്കിലോട്ടായിട്ട് ഡ്രൈവർ സൈഡ് വിൻഡോയിൽ കൂടെ ഒന്ന് നോക്കും, അവിടെ എന്തെങ്കിലും ഓബ്ജക്റ്റ് ഉണ്ടോ എന്നിട്ട് ടേൺ എടുക്കും. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ടേൺ ഉണ്ട്. അപ്പോൾ ഏത് സൈഡിലേക്കാണ് ടേൺ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ശകലം ബാക്കിലോട്ടായിട്ട്, ഇപ്പം ലെഫ്റ്റാണ്, വീണ്ടും പാസഞ്ചർ സൈഡ് വിൻഡോയിൽ കൂടെ ഞാനൊന്ന് നോക്കും, എന്നിട്ട് ഞാൻ ടേൺ എടുക്കും. വീണ്ടും ഇപ്പോൾ റൈറ്റ് ടേൺ ആണ്, ഞാൻ ശകലം ഒന്ന് ബാക്കായിട്ട് ഡ്രൈവർ സൈഡ് വിൻഡോയിൽ കൂടെ ഒന്ന് നോക്കും, എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന്, എന്നിട്ട് ഞാൻ ടേൺ എടുക്കും. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏത് സൈഡിലേക്കാണോ നിങ്ങൾ ടേൺ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെയൊക്കെ ഉള്ള ഷാർപ്പ് ടേണിൽ, കാരണം ഇങ്ങനത്തെ ഉള്ള ടേണിൽ എതിർ സൈഡിൽ നിന്ന് വാഹനം വരുന്നത് നമ്മൾ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എന്തെങ്കിലും ഓൾറെഡി ഉണ്ടോ എന്ന്. അപ്പോൾ വീണ്ടും ഞാനൊന്ന് ബാക്കിലേക്കായി, എന്നിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് വിൻഡോയിൽ കൂടെ ഒന്ന് നോക്കും, എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന്. വീണ്ടും മുമ്പോട്ട് പോകുവാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് ബാക്കിലോട്ടായിട്ട് പാസഞ്ചർ സൈഡിലെ വിൻഡോയിൽ കൂടെ ഒന്ന് നോക്കി, എന്തെങ്കിലും ഉണ്ടോ എന്ന്, ആരെങ്കിലും വരുന്നുണ്ടോ, എന്തെങ്കിലും ഓബ്ജക്റ്റ് അവിടെ ഓൾറെഡി ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾ ഏത് സൈഡിലേക്കാണ് ടേൺ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ശകലം ബാക്കിലോട്ടാകുക, ആ സൈഡിലെ വിൻഡോയിൽ കൂടെ നിങ്ങളൊന്ന് നോക്കുക, അവിടെ എന്തെങ്കിലും ഓൾറെഡി ഓബ്ജക്റ്റ് വല്ലതും ഉണ്ടോ എന്ന്. ഇതിപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും ഒന്ന് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ബ്ലൈൻഡ് ടേൺ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ടൈപ്പിലെ വഴിയിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് സൈഡിലേക്കാണ് ടേൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് ശകലം ഒന്ന് ബാക്കായിട്ട് ഡ്രൈവർ സൈഡ് വിൻഡോയിൽ കൂടെ ഒന്ന് നോക്കുക, അവിടെ എന്തെങ്കിലും ഓബ്ജക്റ്റ് ഓൾറെഡി ഉണ്ടോ എന്ന്, ആ വ്യക്തിയോ വാഹനമോ ചെറിയ ടൂ വീലറോ എന്തെങ്കിലും ഉണ്ടോ എന്ന്, എന്നിട്ട് നിങ്ങൾ ടേൺ എടുക്കുക. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് വേണ്ടി വളരെയേറെ നന്ദി. നമ്മൾക്ക് മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് വേണ്ടി വീണ്ടും വളരെയേറെ നന്ദി. നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.